അനാഥത്വം ഒരു വിധിയല്ല, സമൂഹത്തിൻ്റെ പരാജയമാണ്. തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന ഓരോ വൃദ്ധരും നമ്മുടെ മനസാക്ഷിക്ക് നേരെയുള്ള ചോദ്യചിഹ്നങ്ങളാണ്. ഇരുട്ടിൽ അവസാനിച്ചു എന്ന് കരുതിയ ജീവിതങ്ങൾക്ക് മുന്നിൽ പ്രകാശത്തിൻ്റെ ഒരു പുതിയ വാതിൽ തുറക്കുകയാണിവിടെ. തെരുവിൻ്റെ ക്രൂരതകളിൽ നിന്നും സ്നേഹത്തിൻ്റെ തണലിലേക്ക് ഒരടി അടുത്ത്. വാർദ്ധക്യം എന്നത് ഒരു ശാപമല്ല, ജീവിതത്തിൻ്റെ മനോഹരമായ ഒരു തീരമാണ്. അവിടെ അവരെ തനിച്ചാക്കി പോകാൻ നമുക്കെങ്ങനെ കഴിയും? നാളെ നമ്മളും ഈ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടവരല്ലേ? ഇവർക്കും ഉണ്ടായിരുന്നിരിക്കാം സ്നേഹമുള്ളൊരു കുടുംബം, നെഞ്ചോട് ചേർത്ത് വെച്ച മക്കൾ, ജീവന് തുല്യം സ്നേഹിച്ച ബന്ധുക്കൾ. ഒടുവിൽ വാർദ്ധക്യത്തിൽ നൊന്തുപെറ്റ അമ്മയും ജീവിതത്തിൽ കൈപ്പിടിച്ച് വളർത്തി വലുതാക്കിയ അച്ഛനും അവർക്ക് ഒരു ബാധ്യതയായി മാറിയോ? നമ്മുടെ മാതാപിതാക്കൾ നമുക്കൊരിക്കലൊരു ബാധ്യതയല്ല, അത് നമ്മുടെ ഭാഗ്യമാണ്. സ്വന്തം ചോര കൈവിട്ട തെരുവിൽ കഴിയുന്ന അച്ഛനമ്മമാർക്ക് ഇനിയുള്ള കാലം നമുക്ക് തണലേകാം. അവർക്ക് നഷ്ടപ്പെട്ട സ്നേഹവും കരുതലും നമുക്ക് തിരികെ നൽകാം. ഇത് വേങ്ങര കണ്ണമംഗലം പഞ്ചായത്തിലെ വട്ടപ്പൊന്ത എന്ന കൊച്ചു ഗ്രാമത്തിലെ സ്നേഹാലയം അഭയമന്ദിരം. വാർദ്ധക്യത്തിൻ്റെ സായന്തനത്തിൽ കൂട്ടിനാരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയ ഒരു പറ്റം അച്ഛനമ്മമാർക്ക് തണലേകുന്ന സ്നേഹക്കൂട്. തങ്ങൾ ഒറ്റക്കല്ലെന്ന ബോധ്യത്തോടെ സ്നേഹവും കരുതലുമറിഞ്ഞ് അവർക്കിവിടെ ജീവിക്കാം. സ്വന്തം ചോരയില്ലെങ്കിലും ആരോരുമില്ലാത്തവർക്ക് താങ്ങാവാനും തണലാവാനും ഒരു പറ്റം സഹജീവി സ്നേഹികൾ മനസ്സുകൊണ്ട് കോർത്തുവെച്ച സ്നേഹവീട്. അതാണ് ഈ സ്നേഹാലയം. സ്നേഹാലയത്തിൻ്റെ സെക്രട്ടറി TP ശശികുമാറാണ് നമ്മുടെ കൂടെയുള്ളത്. എങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു സ്നേഹാലയം ഇവിടെ ഉയർന്നു വരാനുണ്ടായ ഒരു കാരണം എന്താണത്? എങ്ങനെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തെരുവോരം എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ആക്ട് പ്രകാരമുള്ള ഒരു സംഘടനയാണ്. അത് 2014 തെരുവോരം എന്ന് പറഞ്ഞ് അതിലെന്തൊക്കെയാണ് തെരുവോരം? അത് നമ്മൾ തെരുവിൽ കിടക്കുന്ന ആരോരുമില്ലാത്ത ആളുകൾ ഇല്ലാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു എല്ലാ ദിവസവും നമ്മൾ ഫുഡ് എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രവർത്തനമായിട്ട് ആണ് ഇത് ആരംഭിക്കുന്നത്. അങ്ങനെ 2017 ആരംഭിച്ച ഈ സംഘടന അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ തെരുവിൽ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ പല ആൾക്കാരും ഞങ്ങളോട് പറയും, ഞങ്ങൾക്ക് ഈ മരിക്കാൻ സമയത്തെങ്കിലും ഞങ്ങൾക്ക് നല്ല തെരുവിൽ നിങ്ങൾ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ, അതിൽ പ്രായമായവരാണല്ലോ. അതെ, ഏറ്റവും പ്രായമായ ആളുകൾ അവർ അവസാന ഘട്ടത്തിലേക്ക് നിൽക്കുന്ന സമയത്തായിരിക്കും ഈ ആവശ്യങ്ങൾ വരിക. അപ്പം നമുക്ക് അങ്ങനെ ഒരു സ്ഥാപനം നമ്മളെ കയ്യിലില്ല. അവസാന നിമിഷത്തിൽ തല ചായ്ക്കാൻ ഒരു ഇടം, അതാണ് അവരുടെ ഏറ്റവും കുറഞ്ഞ ഒരു ആഗ്രഹമാണ്. അത് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മൾ പലപ്പോഴും പല ആളുകളുടെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ അവസാന ഘട്ടത്തിലാണ് നമുക്ക് ചൊക്ലി സലാംക എന്ന് പറയുന്ന അദ്ദേഹം തിലാൽ ഗ്രൂപ്പ് പിന്നെ MD ആണ്. ഒരുപാട് നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു, ജീവകാരുണ്യ പ്രവർത്തനത്തിന് അറിഞ്ഞും അറിയാതെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് ഈ കാര്യം അറിഞ്ഞപ്പോൾ ഇവിടെ വരികയും ഈ സ്ഥലം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ 22 സെന്റ് സ്ഥലമാണ് വേണ്ടി വാങ്ങിച്ചതാണ്. അതിനുശേഷം സ്നേഹാലയത്തിന് വേണ്ടി മാത്രം അദ്ദേഹം പൈസ കൊടുത്ത് വാങ്ങിച്ച് നമുക്ക് ഈ സംഘടനയ്ക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തു. സംഘടനയുടെ പേര് കെട്ടിടം അദ്ദേഹം ജനകീയമായിട്ട് പിന്നെ ചെയ്യാനുള്ളൊരു പ്രവർത്തനം അദ്ദേഹം ആദ്യം ആവശ്യപ്പെട്ടെങ്കിലും പിന്നീട് അദ്ദേഹം ഞങ്ങളെ ഒരു മീറ്റിംഗ് വിളിച്ച് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന ആ മേഖലയിൽ തന്നെ പോവുക, ഇതിൻ്റെ ഫണ്ടിന് വേണ്ടി നിങ്ങൾ പോകണ്ട, അത് ഞാൻ ചെയ്തു തരാം എന്ന് അദ്ദേഹം പറയുകയാണ്. സത്യം പറഞ്ഞാൽ
നമ്മളെപ്പോലുള്ള ഇതുപോലത്തുള്ള പ്രവർത്തനത്തിന് നമുക്ക് വല്ലാത്തൊരു ആവേശമാണ് നമുക്കത് ഉണ്ടാക്കിയത്. കാരണം ആ സമയം കൂടി എങ്ങനെയായാലും ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റ് സ്ഥലത്തിന് ഒരു 2-3 ലക്ഷം രൂപ പുറത്തുണ്ട്. ഇല്ല, ഇത്തരം ഒരു കെട്ടിടം ഉണ്ടാക്കാൻ തന്നെ ഒരു 10-80 ഏകദേശം ഒരു 1.5 കോടിയുടെ പുറത്ത് നമുക്ക് മൊത്തത്തിൽ 1.5 കോടി. അത് ഒരു വ്യക്തി സലാം ഖാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ജനകീയമായിട്ട് ആ കാര്യത്തിലേക്ക് അദ്ദേഹം ചെയ്തിട്ടില്ല. അത് ഒറ്റക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് 2 വർഷത്തോളമായി ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ജനകീയമായിട്ടാണ് ചെയ്യുന്നത്. ഓരോ പല ക്ലബിൻ്റെ ആളുകളെയും അതേപോലെ തന്നെ അത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചെലവുകളും കാര്യങ്ങളാണ് ജനകീയമായിട്ട് ഇവിടുത്തെ ഒരുപാട് ചിലവുണ്ട്. നമുക്ക് ഇവിടെ 10-22ഓളം ആളുകൾക്ക് നമുക്ക് ഇതിന് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള പിന്നെ അവരുടെ ഫുഡ് അവരുടെ ഏകദേശം ഈ ഫുഡ് കാര്യങ്ങളൊക്കെ പ്രതിമാസം എത്ര ചിലവാണ് നിങ്ങൾക്ക് വരുന്നത്? നമുക്കൊരു 1 ലക്ഷത്തിൻ്റെ പുറത്ത് നമുക്ക് ഒരു ഇത്രയും ആളുകൾക്ക് ഫുഡ്, പിന്നെ ഈ ആശുപത്രി ചെലവുകൾ. കാരണം ഇതിലൊക്കെ ഞാൻ കണ്ട് അസുഖമുള്ള ഒരു പ്രായമായവരാണ് കൂടുതൽ, എല്ലാം 60-65 കഴിഞ്ഞവരാണ്. പിന്നെ ഇവർക്ക് എല്ലാവർക്കും പല രീതിയിലുള്ള അസുഖങ്ങളുണ്ടാവും. മേജറായിട്ടുള്ള അസുഖങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചയിൽ 2-3 ഹോസ്പിറ്റൽ കേസുകൾ തന്നെ വരുന്നുണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ജീവനക്കാരായിട്ടുള്ള ആൾക്കാർ പോയി അവരുടെ കൂടെ നിന്നിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും വളണ്ടിയേഴ്സിൻ്റെ സേവനം വളരെ കുറവാണ് നമുക്ക്. അതുകൊണ്ട് സന്നദ്ധ സേവകരില്ല. ആളുകൾ നമുക്കിത് സഹായിച്ചുകൊണ്ട് വരുന്നുണ്ട്. എങ്കിലും മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ഫിനാൻഷ്യലി അങ്ങനെയുള്ള സഹകരണങ്ങൾ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. അത് ഫുഡായിട്ടും മറ്റുള്ള എന്തെങ്കിലും അവനവൻ്റെ വീട്ടിലെ പ്രോഗ്രാമുകൾ ഉണ്ടാകുമ്പോൾ ഒക്കെ അവിടെ വന്നിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഓണായാലും പെരുന്നാളായാലും ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്നിട്ട് അവരെ ആ സന്തോഷത്തിൻ്റെ അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു പ്രവർത്തനത്തിന് വലിയൊരു ആക്കം വരുന്നുണ്ട്. ഇതാണ് ഇതിലെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഈ എമൗണ്ട് ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ ചിലവെന്നാണ്. ഈ എമൗണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടി വരുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ? അത് ചില അതിൻ്റെ ഒരു വർഷത്തോളം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെ. കാരണം അത് സാലറി കൊടുക്കാനും അതേമാതിരി ഇവരെ മറ്റുള്ള ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെ ബുദ്ധിമുട്ട് നല്ല വന്നിട്ടുണ്ട്. ഈ സാലറികളൊക്കെ അടക്കാണ്. അതൊക്കെ അടക്കണം. നമുക്ക് 5-ഓളം ജീവനക്കാരുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ നമുക്ക് ഒരു ജനകീയമായിട്ട് ക്യാഷ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കളക്ഷൻ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് ചെറിയ രീതിയിലുള്ള ആളുകളുടെയൊക്കെ സഹായം. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഈ വേങ്ങര പരിസരത്ത് തന്നെയാണ് ഞാനുള്ളത്. ഈ സ്നേഹാലയം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറയുന്നത് ഏകദേശം ഒരു മാസത്തിന് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നവർക്ക് ഒട്ടുമിക്കവാറും ഇത്ര ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്തായാലും നമ്മളെ നാട്ടുകാർക്ക് തന്നെ വലിയൊരു പരിചയത്തിൽ വന്നിട്ടില്ല. 2 വർഷമായില്ലേ? 2 വർഷം. പിന്നെ നമ്മളിത് അങ്ങനെ ഒരു പബ്ലിസിറ്റി ഒന്നും വന്നിട്ടില്ല. ആളുകളോട് വരുന്നുണ്ട്, നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും ജനങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇത്തരം സംവിധാനങ്ങൾ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ജനകീയമായിട്ട് കിട്ടുന്ന സാമ്പത്തികത്വത്തിനിടെ നമുക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ, പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡ് കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അതിനൊക്കെ ഒരു പരിമിതികൾ നമുക്കുണ്ട്. അപ്പോൾ അത് ആണ് അതിൻ്റെ. പിന്നെ ഓർഫനേജിൻ്റെ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. 1 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ISO അംഗീകാരം കിട്ടി. അതാണ് മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു പക്ഷേ ISO കിട്ടിയ ഏക ഒരു സ്ഥാപനം ഈ സ്നേഹാലയമാണ് പറ്റിയാണ് നമുക്ക് പറയുന്നത്. ഇത് നമ്മുടെ ഇത് കണ്ണമംഗലം അല്ലേ? വേങ്ങരക്കടുത്ത് കണ്ണമംഗലം, കുന്നുംപുറം കണ്ണമംഗലം അല്ലേ? ഈ സ്ഥലത്തിന് പേര് വട്ടപ്പൊന്ത എന്നാണ്. വട്ടപ്പൊന്ത അല്ലേ? ആയിക്കോട്ടെ. ഏതായാലും പിന്നെ ഇവരൊക്കെ ഉള്ള ഇനിയിപ്പോൾ ആരും ഇങ്ങോട്ട് വരാനുള്ളൊരു സാഹചര്യം ഇല്ലാതിരിക്കട്ടെ. ഇപ്പോൾ വന്നവർക്ക് ഇപ്പോൾ ഒരു 10-20ഓളം ഇപ്പോൾ വന്നവർക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കാനും എല്ലാ കാര്യങ്ങളും അതിനുള്ള ആരോഗ്യവും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നൽകട്ടെ എന്നുള്ളൊരു ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും. അതോടൊപ്പം തന്നെ നിങ്ങളെപ്പോലെ ഇവിടെ വന്നിട്ട് ഇത് സമൂഹത്തിൻ്റെ മുമ്പിൽ എത്തിക്കുന്ന പ്രവർത്തനം പോലും ഒരു ചാരിറ്റി തന്നെയാണ്. അപ്പോൾ ആ ഒരു ദൗത്യം നിങ്ങളെപ്പോലുള്ള ആളെ ഏറ്റെടുക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. ഏതായാലും വളരെയധികം സന്തോഷം. ഈ സ്നേഹാലയത്തിൻ്റെ സന്ദേശം ആളുകളുടെ എത്തട്ടെ. അതേപോലെ തന്നെ അതിലൂടെ ഈ ഇവിടെയുള്ള ആളുകൾക്ക് നല്ല ഒരു ജീവിതം അവരുടെ ജീവിതത്തിൽ സന്തോഷകരമായി കിട്ടാനുള്ള പ്രവർത്തനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചന്ദ്രിക
മാനേജറാണല്ലേ? എന്താ പേര്? ഷിജില. എത്ര വർഷം ഇവിടെ? ഇവിടെ 1 വർഷമായി. ഏകദേശം ഇപ്പോൾ എത്ര അന്തേവാസികളാണ് ഇവിടെ ഉള്ളത്? ഇവിടെ 13 പേരുണ്ട്. 13 പേരല്ലേ? എങ്ങനെ? സ്ത്രീകളും 8 പ്രായമായവരാണ്. അസുഖങ്ങൾ എന്തെങ്കിലും? അസുഖങ്ങൾ അങ്ങനെ പ്രായത്തിൻ്റെതായ അസുഖങ്ങൾ മാത്രം. വേറെ പെട്ടെന്ന് എന്തെങ്കിലും അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ മെഡിക്കൽ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുക? നമ്മൾ ഇവിടെ കുന്നമ്പുറത്ത് ഹോസ്പിറ്റലിൽ കൊണ്ട് പോകും. അതുപോലെ PHCന്ന് 1 മാസത്തേക്കുള്ള മെഡിസിൻ മരുന്നൊക്കെ കിട്ടുന്നുണ്ട്, ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടല്ലേ? പിന്നെ വേറെ മേജർ അസുഖങ്ങളൊന്നും ഇല്ല അങ്ങനെ ഇല്ല. അപ്പോൾ ഈ പ്രഷർ, ഷുഗർ അതിനുള്ള മരുന്നുകളൊക്കെ ഇവിടുന്ന് കിട്ടുന്നുണ്ട് അല്ലേ? എങ്ങനെയാണ് ഇവിടെ സന്ദർശകര് സന്ദർശകരെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ? സന്ദർശകർ നമ്മളിവിടെ 10 മണി മുതൽ 5 മണി വരെ അലൗഡാണ്. എല്ലാവർക്കും വന്ന് കാണാം, ഇവരോട് സംസാരിക്കാം. പിന്നെ ബർത്ത്ഡേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ പ്രായമായ നമ്മുടെ അച്ഛന്മാരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക അല്ലേ? അത് അവർക്കും സന്തോഷമാണ്, ഇവർക്കും സന്തോഷമാണ് അല്ല? ഒരു പുണ്യപ്രവൃത്തി കൂടിയാണ്. അപ്പോൾ പുഷ്പാകരൻ ചേട്ടനാണ് നമ്മുടെ സ്നേഹാലയത്തിൻ്റെ ഒഫീഷ്യലി ക്യാഷ് റിസീവ് ചെയ്യുന്ന കളക്ഷന് പോകുന്ന ആൾ. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട. ഈ സ്നേഹാലയത്തിന്, ഈ അമ്മമാർക്ക്, ഈ അച്ഛന്മാർക്ക് നിങ്ങളെ കൊണ്ട് എന്താണ് കഴിയുന്നത് അത് ഇദ്ദേഹത്തിന് നിങ്ങൾ കൈമാറണം. ഓക്കെ. Thank you.